ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം. ഇന്ന് തിരുസഭ മാതാവ് CNIയിലെ വിശുദ്ധ കത്രീനയുടെ തിരുനാൾ ആഘോഷം ഓർമ്മിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന പ്രത്യേകതകളെക്കുറിച്ചൊക്കെ പറയുകയാണ്. മാത്രമല്ല, പിതാവായ ദൈവത്തിലും ക്രിസ്തുവിലും ആത്മാവിലും ഒന്നിച്ച് ജീവിക്കുന്ന മനുഷ്യരാകണം, നന്മയുള്ള സ്നേഹമുള്ള മനുഷ്യരാകണം എന്നൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മനുഷ്യർക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത് ആത്മാവ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമെന്നാണ്. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ മറവിയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ നോക്കുമ്പോൾ ഇസ്രായേലിനെ ഒരപ്പനെ പോലെ സ്നേഹിച്ച് ദൈവത്തെ അവർ മറന്നു തുടങ്ങി പാപം ചെയ്യുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവർ ദൈവത്തെ മറക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ദൈവത്തെ മറന്നുപോയ ഒരു ജനത്തെ ഓർമ്മിപ്പിക്കാനായി, ദൈവത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനായി ക്രിസ്തുനാഥൻ ആഗതനായി. അവിടുന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു, പഠിപ്പിച്ചു, കാണിച്ചു തന്നു, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. ഇതും മറന്നു പോകാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ്റെ പ്രശ്നം അതാണല്ലോ, മറവിയാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ആ മറവിയിൽ നിന്ന് മനുഷ്യനെ കരകയറ്റാൻ ക്രിസ്തു കണ്ടെത്തിയ രക്ഷയുടെ മാർഗ്ഗമാണ് പരിശുദ്ധാത്മാവ്. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുമ്പോൾ ക്രിസ്തു പറയുന്നത്, അവൻ വരുമ്പോൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളെ അനുസ്മരിപ്പിക്കും എന്നാണ്. അപ്പോൾ ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ നന്മകൾ, ഒത്തിരിയധികം നന്മകളുണ്ട്. ആ നന്മകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം ദൈവത്തിനുള്ള ഒരു നന്ദിയുള്ള ജീവിതമായി മാറും. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ തിരികെ കൊടുക്കുന്നതാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓർമ്മ അനിവാര്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലാവട്ടെ മറക്കുന്ന മനുഷ്യരാണ് നമ്മൾ. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ ചെയ്യുന്ന നന്മകൾ പോലും മറന്നു പോകുന്ന മനുഷ്യരാണ്. അപ്പോൾ ഒത്തിരിയധികം അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ടുള്ളവരാണ് നമ്മൾ ദൈവത്തിൽ നിന്ന്, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്ന്. അവരോടൊക്കെ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാൻ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം, കൃപകളുടെ നന്ദിയുടെ ഓർമ്മ. ആത്മാവ് നമുക്ക് നൽകുന്ന വലിയ ബലവും അതാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പെന്തക്കോസ്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയായ ഓർമ്മ, നന്മകളെക്കുറിച്ചുള്ള ഓർമ്മ, ദൈവം പഠിപ്പിച്ചതിനെക്കുറിച്ചുള്ള ഓർമ്മ, ക്രിസ്തുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ ചില കാര്യങ്ങൾ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഓർമ്മ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ ബലം അതിന് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ തിരുനാളിൻ്റെ വിശുദ്ധ CNIയിലെ കത്രീന വിശുദ്ധയുടെ ജീവിതത്തിലും വളരെ ചെറുപ്പത്തിൽ വിശുദ്ധ എടുക്കുന്ന തീരുമാനമാണ്, ഞാൻ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത്. നമ്മൾ പിന്നീട് ഒരിക്കലും അത് മറക്കുന്നില്ല. അവളുടെ ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. അവൾ തിരുസഭയുടെ വേദപാരംഗത എന്നറിയപ്പെടുമ്പോഴും ഈ ഓർമ്മ അവൾ ജീവിതത്തിൽ നിലനിർത്തിയത് കൊണ്ടാണ്. മാത്രമല്ല, അവൾ മറ്റുള്ളവരെയും നന്മകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ത്രീയായി മാറി വളരെ ചെറുപ്പത്തിലെ തന്നെ. പാപ്പയെ പോലും റോമിലേക്ക് തിരികെ വരാൻ സഹായിച്ചതും പ്രാർത്ഥിച്ചതും ഇവളുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. അപ്പോൾ ക്രിസ്തുവിനോട് അവളെടുത്ത വാഗ്ദാനങ്ങളെ അവൾ ഓർക്കുക മാത്രമല്ല, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്ത ഒരു വ്യക്തിയായി അവൾ മാറി. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നന്മകളെ ഓർക്കുകയും മറക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടിയും ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടും യേശുവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അതിനെ അനുഗ്രഹിക്കട്ടെ.